നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പേളിയും ശ്രീനീഷും ഞങ്ങളുടെ സീസണിൽ വിളിച്ചപ്പോൾ ഞാനും പറഞ്ഞത് എന്താ ഞാൻ അതിന് അഗൻസ്റ്റ് തന്നെ നിന്നുള്ള ആളാണ്. ബിക്കോസ് എനിക്കിഷ്ടമല്ല പ്രേമം ഒരു ഗെയിം ഷോയിൽ കൊണ്ടുവന്ന്. എനിക്കറിയാം പ്രണയം വന്നാൽ അതേ ആ ആംഗിളെ പോകുള്ളൂ. നമുക്ക് പ്രണയിക്കാട്ടോ, അത് ആ ഷോയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അത് അയ്യോ ഇനി അതും ചെയ്ത് പാമ്പാരം തലയിലും വന്നാൽ ഇപ്പൊ അവർ രണ്ട് കുട്ടികളായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന. പക്ഷെ ഗെയിമിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം ഗെയിമായിട്ടേ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? ബിക്കോസ് നമ്മുടെ മാനസികാവസ്ഥ അതാണ്. ഇന്നും എനിക്കത് ഗെയിമായിട്ടേ തോന്നുള്ളൂ. ബിക്കോസ് ഞാൻ അവിടെ നിൽക്കുന്നേ, ഞാൻ സീസൺ 1 അകത്ത് വീട്ടിനകത്തെ പേളിയും ശ്രീനീഷിനെ എനിക്ക് ഇന്നും അറിയൂ. എന്നാൽ അവരുടെ ഇന്നത്തെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും എൻ്റെ മനസ്സിൽ ഇത് ഗെയിമിൽ തുടങ്ങിയൊരു സാധനമാണ്. അത് മാറൂല. അത് ആ ഒരു ട്രോമയാണ്, ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് ശരിക്കും ഈ ജാസ്മിൻ ഗബ്രി പുറത്തതിന് ജബ്രി എന്ന് വരെയാണ് വിളിക്കുന്നത്. കാരണം ഒരു കണ്ടന്റ് ആണോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് അകത്ത് കയറിയതാണോ, സ്ക്രിപ്റ്റഡ് ആണോ? ജിൻഡോ പറഞ്ഞിട്ടുണ്ടല്ലോ, ജിൻഡോ പറഞ്ഞു ഗ്രൂപ്പായിട്ട് അവരെ ഇറങ്ങിയത്. ആരൊക്കെയാ ഇത് ഞാൻ ഫുൾ ടൈം കാണുന്നുണ്ട്. ഞാൻ ആ ലോകത്ത് ഞാൻ പറഞ്ഞ ഫ്ലൈ ഓൺ ദ വോളാണ്. എല്ലാം എനിക്കറിയാം അതിനകത്ത് നടക്കുന്നത്. ഇപ്പൊ ജിൻഡോ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ 6 പേരെന്തോ പ്ലാൻ ചെയ്തിട്ട് അത് കയറിയത്. ആരൊക്കെയായിരുന്നു? നോറ, ജാസ്മിൻ, ഗബ്രി, അർജുൻ, രശ്മിൻ. ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പ്ലാൻ ചെയ്ത് അവര് ചെയ്യുവാണെങ്കിൽ വെൽ ഡൺ, നന്നായി കളിക്കുന്നുണ്ട്. താങ്കളെ സംബന്ധിച്ച് ഈ സീസണിൽ കപ്പടിക്കാൻ യോഗ്യതയുള്ള ശിവനായിരുന്നു. അവൻ അത് ആ 2 ആഴ്ചയിൽ യോഗ്യനായിരുന്നു. അത് അവൻ ഇറങ്ങിയപ്പോൾ യോഗ്യനല്ലാന്ന് അവൻ തന്നെ കാണിച്ചു. ഇനി നമുക്ക് പിന്നെ ഈ ജിൻഡോന്റെ കേസ് പറഞ്ഞല്ലേ, മണ്ടത്തരങ്ങളാണെങ്കിൽ ആൾക്കാരുടെ ഞാൻ ആ വീടിനകത്തുണ്ടായിരുന്ന ചിലപ്പോൾ ജിൻഡോയായിട്ട് അടിയായിരുന്നേ. പക്ഷെ പുറത്തുനിന്ന് അവനെ കാണാൻ നല്ല രസം. അവൻ ചിലപ്പോൾ അടിക്കും. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഏറ്റെടുത്തില്ലേ, അവൻ എന്ത് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. ഇനി പിന്നെ ജിന്നായതുകൊണ്ട് നമ്മൾ ആ വഴി ഒരുപാട് കൺട്രോൾഡ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ. അല്ല അവൻ ബുദ്ധിപരം, മണ്ടനല്ല. പിന്നെ ജിൻഡോ കളിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എനിക്ക് ജിൻഡോ. ഇപ്പൊ ജാസ്മിൻ എന്തൊക്കെയോ ചെയ്തത് അടിക്ക്, ആ അടി ജിൻഡോ അടിച്ചിരുന്നെങ്കിൽ കളി മാറിയാനെ. പെണ്ണാണിനെ അടിക്കുമ്പോ അങ്ങനെയാണ്, പെണ്ണിനെ അടിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഈ നാട്ടില്. അല്ല അങ്ങനെയാണ്, കണ്ടില്ലേ നിങ്ങള്? സമൂഹം അങ്ങനെയാണെന്നേ. അതാണ് എംപവർമെന്റിന്റെ പ്രശ്നം. മനസ്സിലായില്ലേ? ഇക്വാളിറ്റി എന്താണെന്നും ഫെമിനിസം എന്താണെന്നും മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അബ്സല്യൂട്ട്ലി. അതേ ഫോഴ്സിൽ ആണ് പെണ്ണിനെ അടിച്ചാൽ കളി മാറിയില്ലേ? നമുക്ക് നോക്കാം. ഫിസിക്കൽ ചലഞ്ച് എന്ന് പറയുന്നത് ഫിസിക്കൽ ചാലഞ്ച് ഫിസിക്കലായിട്ട് കളിക്കുന്ന ചാലഞ്ച് അതൊക്കെ ഈ സംസാര ശേഷി ഉള്ളതുകൊണ്ട് ഗബ്രി എടുത്ത് കളി മാറ്റുന്നത്. അത് ഗബ്രി ഞാൻ പറയാം, ഗബ്രി ഭയങ്കര സ്മാർട്ട് പ്ലെയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളി ഇഷ്ടമാണ്. ലെഫ്റ്റ് ട്രാക്ക് ഇല്ലായിരുന്നെങ്കിൽ അവൻ ഫൈനൽ എത്തേണ്ട ചെക്കനാ, ചിലപ്പോൾ എത്തുകയും ചെയ്യും. ബിക്കോസ് ഭയങ്കര സ്മാർട്ടാണ്. അവനോട് സംസാരിച്ച് തോൽപ്പിക്കാൻ 99 ആൾക്കാർക്ക് പറ്റില്ല. അവിടെയാണ് അവൻ അറിയാതെ. അതാണ് അവന്റെ സ്ട്രോങ് പോയിന്റ്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ജാസ്മിനും ഗബ്രി ഇത് ശരിക്കും ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഗുണമാവില്ല. 100% അല്ലേ? ഒരുമിച്ച് കളിക്കുന്നത് കൊണ്ട്. പക്ഷെ അവരുടെ ഒരുമിച്ച് കളി അല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഒരുമിച്ച് കളിക്കുന്നെങ്കിലും അത് അവർക്ക് നല്ല അഡ്വാൻറ്റേജ് അല്ലാന്ന് നമുക്കറിയാമല്ലോ. പിന്നെ അത് എന്നിട്ടും നല്ല റേറ്റിംഗ് അങ്ങോട്ട്. ഗബ്രി ഇതുവരെ ബെഞ്ചിൽ വന്നിട്ടില്ല അല്ലേ? അത് അവന്റെ ഭാഗ്യവും കൂടെ നോക്കണേ. എപ്പോ വേണേലും രക്ഷപ്പെട്ടു. ഇത്തവണ ഏഷ്യനെറ്റ് കുറെ പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ട് തോന്നുന്നു. എന്നെ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല. അത് കുറെ വർഷമായിട്ട് പറയുന്നില്ലേ രഞ്ജിനി വരുന്നു. രഞ്ജിനി ഇപ്പോഴും വീട്ടിൽ തന്നെ എനിക്ക് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. നമ്മളവിടെ മനഃപൂർവ്വം പോയി ക്രിയേറ്റ് ചെയ്യുന്നതല്ലോ. നമ്മളെ നിലയിലേക്ക് ചാടി കയറി വന്നാൽ നമ്മൾ അവരെ കയറി മാന്തോ വിളിച്ചാ ഞാനല്ലേ. ഇതൊരു വെറുതെ ഫ്രീ ആയിട്ട് പോയി ചെയ്യാൻ പറ്റുന്ന സാധനമല്ലല്ലോ. നമ്മളില്ലേ, എനിക്കൊരു ഡിമാൻഡൊക്കെ ഉണ്ട്. എനിക്ക് പെർ ഡേ എൻ്റെ കാര്യത്തിൽ ചെന്നാൽ എനിക്ക് നല്ല മൂഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകും. അതാണ് ആ മാനസികാവസ്ഥ അനുസരിച്ച്. പിന്നെ ഈ സീസൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിലെ ടൈപ്പ് ഓഫ് ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ അന്ന് നിന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇന്ന്. അത് 6 വർഷമായില്ലേ, ഞാനും മാറി. പിന്നെ വന്ന ആൾക്കാരും മാറി. അവരുടെ ബാക്ക്ഗ്രൗണ്ടും വേറെയാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും വേറെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പോകാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഞാൻ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ആർക്കറിയാം. അതെ, അവരാരെങ്കിലും ജിൻഡോനെ പ്രണയം. ജാൻ ചിലപ്പോൾ എന്നെ തല്ലി വരും. ഇപ്പൊ എല്ലാവരും തന്നെ ബിഗ് ബോസ് കണ്ട എല്ലാവരും തന്നെ പറയുന്നത് സീസൺ 1 അത്രയും ഒരു സീസൺ പോലും വന്നിട്ടില്ല നമുക്ക് ചെയ്തായിരുന്നു. അതിനകത്തെ എല്ലാവരും മത്സരാർത്ഥികളല്ലാതെ തന്നെ സാബു ചേട്ടനായാലും രഞ്ജിനി ചേട്ടനായാലും ശ്വേത ചേച്ചി ആയാലും എല്ലാവരും തന്നെ ഒന്നിനൊന്ന് കട്ടക്കാർന്ന് കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് അങ്ങോട്ട് അത് ചില സമയങ്ങളിലെ ആൾക്കാർ കാണാൻ. അപ്പോൾ രഞ്ജിനിയെ സംബന്ധിച്ച് 1 മുതൽ 6 വരെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ആരായിരിക്കും? ഞാൻ ആകെ കണ്ടിരിക്കുന്നത്, ഉള്ളിൽ നിന്നും കണ്ടിരിക്കുന്ന 1ഉം പുറത്തുനിന്ന് കണ്ടിരിക്കുന്ന 6ഉം ആണ്. നമുക്കെപ്പോഴും നമ്മുടെ പങ്കുഞ്ഞല്ലേ.
എൻ്റെ സീസൺ കുറച്ച് പേര് എല്ലാവരും ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. അത് പക്ഷേ അങ്ങനത്തെ ഒരു വീടാണ് എനിക്ക്. ഞാനിപ്പോഴും ഐ എം വെരി ക്ലോസ് ടു സാബു, ഐ എം വെരി ക്ലോസ് ടു അർച്ചന, ദിയ ഐ എം ഇൻ ടച്ച് വിത്ത് കുറച്ച് ടച്ച്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഗ്രൂപ്പ് കിടപ്പുണ്ട് എൻ്റെ വാട്സാപ്പിൽ. അവിടെ ഇടയ്ക്ക് ഒരു ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരും. ബഷീറിൻ്റെ അടുത്ത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ പോയിട്ടില്ല. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പ് പോലെയാണ് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പും. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ തലപ്പൊക്കി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ റെഗുലർലി ഇൻ ടച്ച് ആയിട്ട് ലൈക്ക് എനിക്ക് അർച്ചനയും സാബുക്ക് ഇസ് ലൈക്ക് ഫാമിലി ഫോർ മീ. ഞാൻ അത്രയും ക്ലോസ് ആയി. ദിയ എപ്പോഴും ടച്ചിലാണ്. ദിയ പിന്നെ ബിഗ് ബോസ് ദിയയുടെ ജീവിതത്തിന് വലിയ ഭാഗമായതുകൊണ്ട് ദിയ എല്ലാവരും ഇപ്പം ടച്ചിലാണ്. പേളി ശ്രീനിഷ് ശേഷം ഐ മാറ്റർ കഴിഞ്ഞൊരു അങ്ങനെ ടച്ചായിട്ടൊന്നുമില്ല. ഞാൻ എന്താ പറയുക കഴിഞ്ഞ 2 മാസം 3 മാസം മുമ്പ് കുറേ നാൾക്ക് ശേഷം കാണുന്നത് ഫുൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് അവളുടെ ഡെലിവറിക്ക് മുമ്പാന്ന് തോന്നുന്നു. ബട്ട് ദെൻ വെർ ഇൻ ടച്ച്. ഹലോ ഹായ് ഹലോ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പണ്ടത്തെ പോലെ ഒന്നുമില്ല. ബിഗ് ബോസിന് മുമ്പത്തെ അതൊന്നുമില്ല പോലെയായിട്ട്. ബട്ട് വെർ ലൈക്ക് വിത്ത് കൊളീഗ്സ് വിത്ത് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. ക്ലോസ് എന്നൊന്നും പറയാനില്ല. പിന്നെ ഒരു ശ്വേത സെയിം എൻ്റെ സീസണിൽ. പക്ഷേ എൻ്റെ സീസണിൽ ലൈഫ് ലോങ് ആയിട്ട് ഇവരൊക്കെ ഉണ്ടാവും. സാബു അർച്ചന ഈ ആൾക്കാരൊക്കെ മൊത്തത്തിൽ ഷോയ്ക്കെതിരെ പുറത്തൊരു കേസൊക്കെ അങ്ങനെയുള്ളൊരു അതാ ഐഡിയായിരിക്കും. ഫിസിക്കൽ അസോൾട്ട് അവർ ടെലികാസ്റ്റ് ചെയ്യണ്ടായിരുന്നു. അത് ഞാൻ ചാനൽ ഡിസിഷനാണ്. ഇപ്പോൾ ഞാനൊരു ചാനൽ എടുത്താണെങ്കിൽ എനിക്കറിയാം ഞാൻ ആ ചാനൽ എന്തൊക്കെ ഇട്ടാൽ പ്രശ്നം വരില്ല. അത് അവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമുള്ളതെന്ന് തോന്നുന്നു. അത് ഈ സിജോം റോക്കിയും ഒക്കെ ആണെങ്കിൽ വേറെ 3 ആൾക്ക് പ്രശ്നം ഉണ്ടാവണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് വിൽ ബി അപ് ടു ദം. ഈ രഞ്ജിനി എന്ന് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മൊത്തം കേരളമല്ല എല്ലാ വേൾഡ് വൈഡിലും മൊത്തം അറിഞ്ഞു. അങ്ങനത്തെ ഒരു അടുത്തൊരു പരിപാടി ഇനിയും ചെയ്യണോ? എന്നെ വിടുന്നില്ല. 42 വയസ്സായി. 42 വയസ്സായോ? 42 വയസ്സായി. ഇല്ല ഓടിച്ചു. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബർത്ത്ഡേ. തുറന്നു പറയാൻ ഞാൻ പണ്ടോട്ടേ തുറന്നു പറഞ്ഞ എൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. രഞ്ജിനി ഇപ്പോൾ എവിടെയാണ്? എൻ്റെ വീട് തൊട്ടപ്പുറത്താ, കുണ്ടന്നൂർ മരട്. ഞാനിവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. എവിടെയും പോയിട്ടില്ലെന്ന് ഞാൻ ഇൻറ്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഞാൻ എന്തിനാണോ കൊടുക്കുന്നത് എനിക്ക് വയ്യ. മാറി നിൽക്കാൻ അങ്ങനെ ഞാൻ മനഃപൂർവ്വം ചെയ്യാത്ത. എന്തിനാണ് ഞാൻ സംസാരിക്കേണ്ട സമയത്ത് ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ സംസാരിക്കാൻ കുറേ പേരില്ലേ, സംസാരിക്കട്ടെ. അത് കേട്ട് ഞാൻ രസിക്കുന്നുണ്ട്. ഇപ്പത്തെ അവതാരകരൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അവരൊക്കെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. എന്റെ കുറെ ചാൻസ് പോയെന്ന് എനിക്കറിയാം. കൊച്ചുങ്ങളല്ലേ, അവരൊക്കെ വളർന്നു വരട്ടെ. ഇപ്പോഴും ഞാനിവിടെ നടുക്കളെ ഉണ്ട്. പണ്ടത്തെ ആ ഓളം ഉണ്ടാക്കിയത് ഇപ്പോഴും അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഒരു ഇത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. ഓരോരുത്തരും എന്താ ദാനി ദാനി പേ ലിഖാ ഹൈ ഖാനെ വാലാ കാ നാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വേണ്ടി എഴുതിയതായിരുന്നു. അത് കഴിഞ്ഞു. ഇനി അതുപോലെ വേറെ ഒരു ഇതിൽ വരുമ്പം അവർ ആ വഴി പോകും. മനസ്സിലായില്ലേ? ചിലവർ ഓരോരുത്തർ ഓരോ ട്രാക്ക് ഉണ്ട്. അത് ആ സമയത്ത് ആ തെറി കേൾക്കേണ്ടതും ആ പേര് കിട്ടേണ്ടതും നന്നായി ചെയ്യേണ്ടതും ഒക്കെ എനിക്ക് വേണ്ടിയായിരുന്നു. അതിന്നും ആ ഒരു 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 സ്നേഹം ബഹുമാനം ഉണ്ട് സർപ്രൈസിംഗ്ലി. അതെനിക്ക് വേണ്ടി എഴുതി വെച്ചതുള്ളതാണ്. അവസാനമായിട്ട് നമുക്കൊരു പാട്ട് പാടിയിട്ട് അവസാനിപ്പിക്കാം. ഞാൻ അവസാനമായിട്ടൊരു ചെക്കൻ എഴുതി തരും, അല്ല ബില്ല് എഴുതി തരും. അവസാനമായിട്ട് എനിക്ക് അത് തന്നാൽ ഞാൻ പാട്ട് പാടാം. ഒരു ചെറിയ പാട്ട് കൂടി പാടി ഞാൻ മറ്റേ